അങ്ങനെ നമ്മുടെ TG മോഹൻദാസിനെ പോലീസ് കസ്റ്റഡി എടുത്തിരിക്കുകയാണ്, ആ അറസ്റ്റ്. അതെ, കാരണം ഇത് അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ പരാതിയെ കൊടുത്ത് കുറേ ദിവസമായി. പെട്ടെന്ന് ഈ ആയങ്കിയുടെ അറസ്റ്റിന് തൊട്ട് പിന്നാലെ TG മോഹൻദാസിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പോലീസ്. ഇത് സോഷ്യൽ മീഡിയ നോക്കിയാണ് നമ്മുടെ സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു വലിയ അപകടം വരാൻ പോവാണ്. അത് നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ അത് ചർച്ച ചെയ്യാമെന്നാണ് കരുതുന്നത്. കാരണം ഇന്നലെ അർജുൻ ആയങ്കിയെ പിടിച്ചപ്പോൾ ബദലായിട്ട് ഉന്നയിച്ച ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് നിങ്ങൾ TG മോഹൻദാസിനെ പിടിച്ചില്ല? അപ്പോൾ ചോദ്യം ഉയർന്ന ഉടനെ പോയി TG മോഹൻദാസിനെ പിടിച്ചിരിക്കുകയാണ്. ഇത്രയും ദിവസമായി കേസ് എടുത്തിട്ട് എനിക്ക് തന്നെ 10 ദിവസത്തിൽ കൂടുതലാവുമെന്ന് തോന്നുന്നു. 10 ദിവസത്തിനല്ല. ഇനിയിപ്പോൾ അന്നേരം TG മോഹൻദാസിനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ BJP-ക്കാരെല്ലാം കൂടെ ചോദ്യം ഉന്നയിച്ചു, പ്രധാനമന്ത്രിയെ അവഹേളിച്ചവർക്കെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നത്? പച്ചത്തെറിയാൻ വിളിച്ചു. പക്ഷേ അതിനകത്ത് ഒരു പ്രശ്നമുള്ളത്, പ്രധാനമന്ത്രിയെ തെറി വിളിച്ചവരോട് പ്രധാനമന്ത്രി ക്ഷമിച്ചായിരുന്നു. അല്ല, അതാണ് എൻ്റെ ഒരു പോയിന്റ്. കേസെടുക്കാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു, യുവാക്കളെ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം. പക്ഷേ ഇത് പകരത്തിന് പകരമുള്ള ഒരു അറസ്റ്റ് എന്നതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സത്യത്തിൽ TG മോഹൻദാസിനെ ഇവരെന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാതിരുന്നു? ഇത്രയും 10 ദിവസമായി TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, TG മോഹൻദാസിനെതിരെ വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷം അതിനകത്ത് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വകുപ്പാണ് ഇട്ടിരിക്കുന്നത്. അതിന് ഏതൊക്കെ നിലനിൽക്കും, അതായത് കോടതി ഇപ്പോൾ കൃത്യമായ മാർഗനിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു CMB ചെന്നാൽ പോലും അത് കൃത്യമായിട്ട് പഠിച്ച് പോലീസിനോട് റിപ്പോർട്ട് ചോദിച്ച് എതിർകക്ഷിയെ കേട്ടതിന് ശേമേ കേസെടുക്കാനുള്ള ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പോലീസ് ഇപ്പോൾ റിപ്പോർട്ട് കൊടുക്കുകയാണ്, ഇതിൽ ഞങ്ങൾക്ക് കേസെടുക്കാനുള്ള വകുപ്പില്ല, ഇത് ഞങ്ങൾക്ക് ഇതിനകത്ത് കേസ് എടുത്താൽ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. പോലീസ് റിപ്പോർട്ട് കൊടുത്താൽ ആ CMBയുടെ അപേക്ഷ അവിടെ തള്ളും. അതെ, അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിപ്പോൾ അർജുൻ ആയങ്കിയെ പിടികൂടിയപ്പോഴത്തേക്ക് നമ്മുടെ രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള ഒരു വലിയ പോസ്റ്റ് ഇട്ടു, പിണറായി വിജയന്റെ പോലീസ് അല്ലടാ ഇത്, ചെന്നിത്തലയുടെ പോലീസാണ്, ഏതവനെയും പൊക്കിയിരിക്കും. ഉടനെ ഉയർന്ന ചോദ്യം, എന്തുകൊണ്ട് നിങ്ങൾ TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തില്ല? ഓട്ടനെ ഇവിടുന്ന് ഭയങ്കര ബഹളമായി, വെപ്രാളമായി. ഓട്ടനെ നേരെ ഇവിടുത്തെ സൈബർ പോലീസ്, തിരുവനന്തപുരം സൈബർ പോലീസും എറണാകുളത്ത് ചെന്ന് മട്ടാഞ്ചേരിയിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തെ പിടിച്ചോണ്ട് പോയിരുന്നു. കൂടെ എന്താ ഗാഡ്ജറ്റ്സുകളെല്ലാം എടുക്കുന്നു. ഇതെല്ലാം എടുത്തുകൊണ്ട് വന്ന് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു. 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പുകളുണ്ട്, ജാമ്യമില്ല. എന്നാൽ പോലും 3 വർഷം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതെ, ഇപ്പം കഴിവതും ആ കോവിഡിന് ശേഷം കോടതികൾ ഇമാതിരി കേസുകൾക്കെല്ലാം ജാമ്യം കൊടുത്തു വിടുകയാണ് പതിവ്. ഇവിടെയും അത് ഉണ്ടാവാനാണ് സാധ്യത എന്ന് നമ്മൾ കരുതുന്നു. അത് ജാമ്യത്തിൽ വിടാവുന്നതേ ഉള്ളൂ, പക്ഷേ അത് കോടതിയായിരിക്കും തീരുമാനിക്കുന്നത് വിടണോ വേണ്ടയോ എന്നുള്ളത്. എന്താ ഈ TG മോഹൻദാസ് എന്തോ പറഞ്ഞേ? ജന്തർ മന്ദറിൽ വിദ്യാർത്ഥി സമരം നടക്കുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പം ഞാനായിരുന്നെങ്കിൽ, അതാണ് അതിൻ്റെ ഒരു കണ്ടീഷൻ. അതാണ്, അതായത് ഞാനായിരുന്നെങ്കിൽ. അപ്പം എന്താ, പണ്ട് നമ്മൾ ഈ ജേർണലിസം ഒക്കെ കഴിഞ്ഞ സമയത്ത് മനോരമയിലേക്ക് ഈ ട്രെയിനികളെ വിളിക്കുമ്പോൾ അവരൊരു സാങ്കല്പിക ചോദ്യമുണ്ട്, ഞാൻ ചന്ദ്രനിൽ പോയാൽ, അല്ലെ ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാൽ, അത് അവിടെ മൊത്തം നമ്മൾ സങ്കല്പത്തിലായിരുന്നു, നമുക്ക് എന്തും എഴുതാം എന്തും പറയാം. അപ്പോൾ അങ്ങനെയാണ് TG മോഹൻദാസ് പറഞ്ഞിരിക്കുന്നത്, ഞാനായിരുന്നു പ്രധാനമന്ത്രി എങ്കിൽ, അയാൾ പ്രധാനമന്ത്രിയൊന്നും അല്ലല്ലോ, ഞാനായിരുന്നു പ്രധാനമന്ത്രി എങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു, ഞാൻ ഇവർക്ക് നേരെ വെടിയുതിർക്കുമായിരുന്നു, ഇവരെ ഓടിക്കുമായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അംഗഭംഗം വരുന്നവരെയും മരിച്ചവരെ മോർച്ചറിയിലേക്ക് മാറ്റും, അംഗഭംഗം വരുന്നവരെ ചികിത്സിക്കും എന്നൊക്കെ പറഞ്ഞ് ഇത് ആർക്ക് വേണേലും പറയാവുന്നതേ ഉള്ളൂ. ഞാൻ ഇന്ത്യയുടെ സ്വേച്ഛാധിപതിയായി പലതും ചെയ്തു, നമ്മൾ പലരും പറയാറുള്ള കാര്യമാണ്. അത് അങ്ങനെ നടക്കൂല എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യും. ഇത് ആർക്ക് വേണേലും പറയാവുന്നേ ഉള്ളൂ. ഇപ്പം ഇതുപോലൊരു കാര്യം പറഞ്ഞതിനാണ് വിനു വി ജോണിനെതിരെ കേസെടുത്തത്. അതായത് വലിയ കേസായിരുന്നു. വിനു വി ജോണിന്റെ വീട്ടിലോട്ട് ഒരു ആക്രമണം വരേണ്ട, ഏഷ്യാനെറ്റ് ഓഫീസിലോട്ട് പോയി. എന്താണ്, എളമരം കരീമിന്റെ വീട്ടുകാരെയാണ്. കാരണം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ ഹർത്താൽ നടത്തിയവർ മർദ്ദിച്ചപ്പോൾ അത് നിസ്സാരമെന്ന് പറഞ്ഞ ആണ് ഇളയമരം കരീം തള്ളിക്കളഞ്ഞതിന്. ഇളമരം കരീമിന്റെ വീട്ടുകാർക്കാണ് ഇത് സംഭവം ഉണ്ടായെങ്കിൽ ഇവരേതാണ് തല്ലിയിരുന്നതെങ്കിൽ എന്നുള്ളതാണ് ചോദ്യം. ഇയാളുടെ കുടുംബത്തെ ആരും തല്ലിയിരുന്നെങ്കിലോ എന്നാണ് വിനു വി ജോൺ ചോദിച്ചത്. അപ്പോഴേക്കും എളമരം കരീമിന്റെ കുടുംബത്തെ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്തു എന്ന് പറഞ്ഞ് വലിയ വകുപ്പൊക്കെ ഇട്ട് കേസെടുക്കുന്നു. വിനു വി ജോണിനെ അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുന്നു, വിനു വി ജോണിനെ വിളിച്ചു വരുത്തുന്നു. എന്തൊക്കെ കോലാഹലമാണ് ഇവിടെ നടന്നിരുന്നത്. അതേ ആള് തന്നെയാണ് ഇപ്പൊ ഇവിടെ താത്വികമായ വിലയിരുത്തൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, അങ്ങനെ ഒരു കള്ളക്കേസ് ഉണ്ടാക്കിയെടുത്ത ആൾക്കാരാണ് ഇവർ. അപ്പോൾ ഇവിടെ ഇയാൾ പറഞ്ഞത് എന്താണ്? ഇയാൾ പറഞ്ഞത് പിന്നെ എന്താ, ഈ അവിടെ സ്ത്രീകളെ കുറിച്ച് നടത്തിയ പരാമർശമാണ്. അതിൽ പരാമർശം നടത്തി എന്നുള്ളതാണ് പറയുന്നത്. അതായത് അവിടെ ബലാത്സംഗം നടക്കുമായിരുന്നു എന്നൊക്കെയാണ്.
അപ്പോൾ ഞാനിപ്പോൾ അതിനകത്ത് ഒരു പടം, ഒരു ലേഡി ഒരു ബാനർ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പടം ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു. ഉള്ളതാണോ AI ആണോ എന്ന് അറിയില്ല. അതിനകത്ത് ഡാഷ് മീ എന്ന് പറഞ്ഞിട്ടാണ്, അത് തെറിയാ, നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പടം കണ്ടിട്ടാണ് മോഹൻദാസ് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത്. അല്ല, മാത്രമല്ല ഈ ഇത്തരം വാക്കുകൾ, ഇത്തരം ഇംഗ്ലീഷുള്ള ഇത്തരം അശ്ലീല പദങ്ങൾ തിരുവനന്തപുരത്ത് പോലും ചില കോളേജുകൾക്ക് മുന്നിൽ കെട്ടിത്തൂക്കിടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, ബോർഡുകൾ ഇതേ ഭാഷയിൽ തന്നെയാണ്. ഇതൊരിക്കലും ഒരു വിദ്യാർത്ഥികൾ പറയാൻ പാടില്ലാത്ത രീതിയിൽ, അത് നമുക്ക് എതിരാളികൾ ആരും ആയിക്കോട്ടെ അവരെ വിമർശിക്കുമ്പോൾ കുറച്ചുകൂടെ മര്യാദയ്ക്കുള്ള ഭാഷ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുക. ഈ കുട്ടികൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള ബോർഡ് പിടിച്ചതും ശരിയായില്ല. ഈ ഇദ്ദേഹം മോഹൻദാസ് അതിനെ ഈ രീതിയിൽ അദ്ദേഹം കണ്ടത് ഒരു അബദ്ധമായി പോയെന്നാണ് തോന്നുന്നത്. അദ്ദേഹം മുതിർന്ന ഒരാളാണല്ലോ, നിയമം പഠിച്ച ആളാണ് അദ്ദേഹം, എനിക്കൊന്നും അഭിഭാഷകനാണെന്ന് തോന്നുന്നു അദ്ദേഹം. അല്ല, ഈ അദ്ദേഹം ഇതെല്ലാം പറഞ്ഞത് എന്താണ്, ഈഫ് ആയിരുന്നെങ്കിൽ എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം അത് പറയുന്നത്. അപ്പോൾ അവിടെയാണ് അതിൻ്റെ അകത്തെ ഒരു നിയമപ്രശ്നം ഉള്ളതും. അതുകൊണ്ടാണ് ആ ഒരു പ്രശ്നത്തിൻ്റെ പേരിലാണ് പോലീസ് ഇത്രയും ദിവസം അയാൾക്കെതിരെ നടപടിയെടുക്കാൻ, അയാളെ ചോദ്യം ചെയ്ത് മൊഴിയെടുത്ത് അയാളെ കോടതി സമർപ്പിക്കുക എന്നുള്ളത് ഇതിൻ്റെ ഇതുള്ളായിരുന്നു. ഇപ്പം എന്ത് സംഭവിച്ചു? ഇപ്പം ഇവരെല്ലാം ഇടതുപക്ഷം എല്ലാം കൂടെ ബഹളമായപ്പോഴേക്കും ആ ജനരോഷം ശമിപ്പിക്കാൻ വേണ്ടി ഇവർ ചാടിക്കയറി ഉടനെ കേസെടുക്കുന്നതല്ല, അറസ്റ്റ് ചെയ്യുന്നു, കസ്റ്റഡി എടുക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു, ഇപ്പോൾ കോടതി കൊണ്ട് ഹാജരാക്കുന്നു, വിടുന്നു. ഇനിയിപ്പം അടുത്ത വരാൻ പോകുന്നത് ഞാൻ പറഞ്ഞുതരാം. കോടതി അയാളെ ജാമ്യത്തിൽ വിടുന്നു എന്ന് കരുതുക. ഉടനെ ചെന്നിത്തല അയാൾക്ക് ജാമ്യം കിട്ടാൻ സഹായിച്ചു എന്നും പറഞ്ഞായിരിക്കും അടുത്ത പ്രചാരണം. ഉറപ്പാണല്ലോ അത്. ഇവരെ പ്രോസിക്യൂട്ടർമാർക്ക് പണി ഇതായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ വേറെന്നുള്ളത് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം ജില്ലയിൽ അധികം പ്രോസിക്യൂട്ടർമാരെ നിയമിച്ചു, ജില്ലാ പ്രോസിക്യൂട്ടറെ നിയമിച്ചു എന്ന് തോന്നുന്നു. എല്ലാം എങ്ങും നിയമിച്ചിട്ടില്ല. എന്താണെന്നറിയാമോ? ആരോ കോടതി പോയി, ഹൈക്കോടതി പോയിട്ടുണ്ട്. അതായത് ജില്ലകളിൽ ഗവൺമെന്റ് പ്ലീഡർമാരെയും പ്രോസിക്യൂട്ടർമാരെയും നിയമിക്കുമ്പോൾ മാനദണ്ഡം കർശനമായും യോഗ്യതയാക്കണം എന്ന് പറഞ്ഞിട്ട് കോടതി പോയിട്ടുണ്ട്. കോടതി പോയിരിക്കുന്നത് എന്താണ്? അപ്പോൾ ഈ പ്ലീഡർമാർക്കൊക്കെ ഇത്ര വർഷം സെഷൻസ് കോടതിയിൽ പ്രാക്ടീസ് ചെയ്ത പിന്നെ എക്സ്പീരിയൻസ് വേണം, ഈ പറഞ്ഞ യോഗ്യതകളെല്ലാം പാലിക്കണമെന്ന് പറഞ്ഞ് ആരോ കോടതി പോയിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഇത് ചവിട്ടി വെച്ചിരിക്കുന്നതെന്ന് പറയുന്നു. എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഇങ്ങനെ സോഷ്യൽ മീഡിയയുടെ താളത്തിനനുസരിച്ച് തുള്ളിയാൽ അതായത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണ്? ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെടുക എന്നുള്ളതാണ്. ഒരു ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെടുന്നു. മറിച്ചൊരു വിഷയം വന്നാൽ, മറിച്ചൊരു അഭിപ്രായം വന്നാൽ അവരെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്ക് സോഷ്യൽ മീഡിയ സംസ്കാരം പൊയ്ക്കൊണ്ടിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് ഇന്ത്യ മഹാരാജ്യമാണ്. ഇവിടെ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഒരു വിഷയത്തെ അനുകൂലിക്കാനും എതിർക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ പറയുന്ന പോലെ നമ്മൾ അഭിപ്രായം എഴുതണം എന്ന് ഒരാളും വാശി പിടിക്കാൻ പാടില്ല. നമുക്ക് നമ്മുടേതായ അഭിപ്രായമില്ലേ? അല്ല, പക്ഷേ CPM സംബന്ധിച്ചിടത്തോളം അങ്ങനെ അല്ലല്ലോ അവർ ചിന്തിക്കുന്നത്. അവരിപ്പോഴും സ്റ്റാലിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണ്. അത് മാത്രമല്ല, ഇപ്പം നമുക്കറിയാം ഈ നിതിൻ രാജിൻ്റെ മരണം ആ കണ്ണൂർ ഡെന്റൽ കോളേജിൽ, നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ഇതിനകത്ത് ഡോക്ടർ റാമിന് ഇതിനകത്ത് പങ്കുണ്ട് എന്നാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം ആ കോളേജിൽ നിന്ന് നടന്ന വിചിത്രമായ സംഭവങ്ങളാണ്. അവിടുത്തെ ഒരുപറ്റം വിദ്യാർത്ഥികൾ അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കുകയാണ്. കരഞ്ഞുകൊണ്ടാണ് മാപ്പ് ചോദിക്കുന്നത്, അല്ലേ? കരഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്കുന്നു. സാർ, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഞങ്ങൾ അദ്ദേഹത്തിനെതിരെ നിൽക്കേണ്ടി വന്നു, കാരണമാണ് ആ കുട്ടി മരിച്ചത് എന്നുള്ള തലത്തിലേക്ക് ശരിയായില്ല. തുടക്കം തൊട്ട് പോലീസ് പറയുന്നുണ്ട്, ഒരിക്കലും കോളേജ് അധ്യാപകരുടെ പ്രശ്നം കൊണ്ടല്ല അയാൾ ആത്മഹത്യ ചെയ്തത്, അയാൾ കടം കയറിയാണ് ആത്മഹത്യ ചെയ്തത്. അതിന് കാരണമായത് ലോൺ ആപ്പ്, അതുകൊണ്ട് തന്നെ ലോൺ ആപ്പ്. അപ്പോൾ എന്ത് പറ്റുന്നു? ഇവിടെ അതിനു മുമ്പ് ഒരു ശക്തമായ പൊതുബോധം സൃഷ്ടിക്കപ്പെടുന്നു. ഈ അധ്യാപകൻ അയാളെ എന്ത് പറയുന്നു? നമ്മൾ ഈ അധ്യാപകനെ കുറിച്ച് നല്ലത്, അല്ലെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഫോൾട്ട് ഇല്ല എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും എല്ലാം ആക്രമിച്ച് ഇല്ലാതാക്കി. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഈ കുട്ടികൾ വന്നു കഴിഞ്ഞപ്പോൾ പോലും ആ കുട്ടികൾ വന്ന് പറയുന്ന വീഡിയോയുടെ അടിയിൽ ഈ കുട്ടികളെ കേട്ടാൽ അറക്കുന്ന തെറിയാ പറയുന്നത്. നിങ്ങൾക്ക് ഇന്റേണൽ മാർക്ക് കിട്ടാൻ വേണ്ടിയല്ലേ എന്നാണ്, നിങ്ങൾക്ക് ഇന്റേണൽ മാർക്ക് കിട്ടാൻ വേണ്ടിയല്ലേ എന്ന് ചോദിക്കുന്നത്. പക്ഷേ അവിടെ പഠിപ്പിക്കുന്ന അന്നേ ഇങ്ങനൊരു സംഭവം പോലീസ് കണ്ടെത്തിയതാണ്. അന്ന് ഇതിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട് നടന്ന ഹർത്താലിൽ പോലും നമുക്കറിയില്ല, അവരൊക്കെ ഹർത്താലുകാർ ചെയ്ത ചില കടുംകൈകളെ വിമർശിച്ചവരെ ഭീകര തെറിവിളിയായിരുന്നല്ലോ. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ സത്യത്തിൽ അവിടെ സംഭവിച്ചത് എന്താണ്? സത്യത്തിൽ ഈ പറയുന്ന ഈ കുട്ടിക്ക് ലോൺ ആപ്പിൻ്റെ കെണിയിൽപ്പെട്ടതാണ് ഇയാളെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. പക്ഷേ ഇത് ഈ അധ്യാപകൻ്റെ തലയിൽ വെച്ചു, വേറൊരു അധ്യാപികയുടെ തലയിൽ വെച്ചു. ഈ രണ്ടുപേരും എന്നിട്ട് ഈ കോടതികൾ വരെ ഇദ്ദേഹത്തെ
അല്ല നമുക്ക് തന്നെ അറിയാലോ, മൂന്നാറിലോ മറ്റൊരു ഗവൺമെന്റ് കോളേജിൽ ഒരു അധ്യാപകനെ പെൺകുട്ടി കോപ്പി അടിച്ചതിനെ പിടിച്ചതിന് SFI കാലം കൂടെ ചേർന്ന് അയാളെ പീഡന കേസ് കുരിക്കിയത്. അയാൾ അകത്ത് ജയിലിൽ കിടന്നു അയാള്, ആ മനുഷ്യൻ. അതെ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പൊ അതെ, ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ നോക്കിയാണ് ഭരണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് യാതൊരു സംശയം വേണ്ട. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളൊക്കെ ഇപ്പം TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യേണ്ട കേസുണ്ടെങ്കിൽ നിയമോപദേശം തേട്ട് അയാളെ അറസ്റ്റ് ചെയ്യണം, കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷെ അത് അന്നേ ചെയ്യാമായിരുന്നു. അതെ, ഇത്രയും ഇതിപ്പോൾ ആയങ്കിയെ പിടിച്ചപ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉള്ള ആ ബാലൻസ്ഡ് ഭരണം ഉണ്ടല്ലോ, അതൊരിക്കലും ഈ സർക്കാരിന് യോജിച്ചതല്ല.